GHFിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൃഷി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ കൃഷി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ചേന കുഴിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താ പരിപാടി ഇവിടെ? ചേന കുഴിച്ച് വെക്കുവാണോ? എന്തിയാ വെച്ചോ ഇവിടെ? ഓ, അവിടെ വെച്ചിട്ടുണ്ടോ? ശരി ശരി. ചേന വെക്കാൻ കുഴി ഉണ്ടാക്കുവാണോ? ആ ശരി. അപ്പോൾ അതേണ്ട നമ്മളിവിടെ ചേന കുറച്ച് നടുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി കിളുത്ത് വന്നേക്കുന്നത് അതേപോലെ തന്നെ എടുത്ത് പറിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ പൂള് വെട്ടി 2 മൂടി ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് നടാനുണ്ട്. അതേപോലെ വെട്ടി പൂള് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പൂള് എങ്ങനെയാണ് റെഡിയാക്കി വെട്ടിയെടുത്തേക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? നമ്മൾ വിത്ത് ചേന എന്ന് പറയുന്നത് കിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ണെല്ലാം ഒരുക്കി ഷെയ്ഡുള്ള വെയിലത്ത് വെച്ച് അത് മണ്ണെല്ലാം തോർത്തി കളഞ്ഞതിന് ശേഷം ഏറ് കയറുന്ന സ്ഥലത്ത് അതിൻ്റെ ഈ കിളിപ്പിൻ്റെ ആ തണ്ടിൻ്റെ ആ നടുക്കത്തെ ആ ഭാഗം ഈ കുത്തിയെടുത്ത് ഒരു ശകലം ചുഴഞ്ഞെടുത്ത് കളയും. എന്തിനാണെന്ന് വെച്ചാൽ സൈഡിൽ കൂടെ കണ്ണ് വരാൻ വേണ്ടി. എന്നിട്ട് കമത്തി വെക്കും. നമുക്ക് നടുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിന് കണ്ണ് വരും. ആ ഓരോ കണ്ണ് വെച്ചും കൊണ്ട് ഓരോ കിലോ വീതമുള്ള തൂക്കം വരുന്ന വിധത്തിലുള്ള ഓരോ പൂള് വെട്ടി ചാണകപ്പാലിനകത്ത് മുക്കി നമ്മൾ ഷെയ്ഡിൽ വെച്ച് തോർത്തിയതിന് ശേഷം ഇതുപോലെ നടുന്നു. അതാണ് ചേന വിത്ത് പാകപ്പെടുത്തിയെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതേ രീതി ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഇതേ രീതിയിൽ നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ച് ഉണക്കിയെടുത്തിരിക്കുന്നത് നമ്മൾ കിളിപ്പുള്ള നല്ല ആരോഗ്യമുള്ള അടിപൊളി കിളിപ്പുള്ള ചേനയുടെ പൂളുകളാണ് നമ്മളിപ്പോൾ നടുന്നത്. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിനെ നടാൻ വേണ്ടി കുഴി എടുക്കുന്നതിന് വല്ലതും അളവോ കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേണ്ടി കാണുന്ന പോലെ റൗണ്ടിലൊരു കുഴി എടുക്കുന്നു. അതിൻ്റെ നടുക്കുന്ന മണ്ണ് മാറ്റി വെച്ച് ചേന വെച്ച് മണ്ണ് കൂമ്പൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. കൂമ്പൽ ഇടുന്നു, വളം പക്കിനിടുന്നു, കരിയിലിടുന്നു, മണ്ണ് പക്കിനടുപ്പിക്കുന്നു. അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കേട്ടാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു കുഴി തടം പോലൊരു ഇതെടുത്തു. അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കുഴി എടുത്തു. അതിലേക്ക് നമ്മൾ എങ്ങോട്ടാണോ വെക്കേണ്ടത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ആ വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ എങ്ങോട്ടാണോ വെക്കേണ്ടത് ആ രീതിയിൽ അത് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അത് കുറച്ച് മണ്ണടുപ്പിക്കാനുള്ള പരിപാടിയാണ്. ഉണ്ടോ? സൈഡിൽ നിന്നെല്ലാം കൊത്തി എൻ്റെ സെൻറ്ററിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണടുപ്പിക്കുകയാണ്. അപ്പൂസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ നമ്മൾ അടുത്ത ചേനയുടെ ചൂടാണ് കേട്ടോ. അടുത്തൊരെണ്ണം ഇതാണ് ഒരു തടം എടുത്തേക്കുന്നത്. അതും ഇതേപോലെ തന്നെ സൈഡിൽ നിന്ന് മണ്ണ് വെട്ടി കൂന കൂട്ടുകയാണ്. ആ സെൻറ്ററിലുണ്ടാകുന്ന കുഴി അടച്ചു. അതേപോലെ ചേന ആ മണ്ണിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒത്ത നടുക്കായിട്ട് വളം നമ്മൾ ഇടുന്നില്ല, അതിൻ്റെ സൈഡിലേ ഇടത്തുള്ളൂ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാനുള്ളത് എന്താണോ അത് കൊടുക്കാവുന്നതാണ്. ജൈവവളം നമുക്ക് ഇപ്പോൾ ആട്ടിൻപുഴുക്കയാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ചാണകപ്പൊടിയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. അതേപോലെ രണ്ടാമത്തെ അകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇതിപ്പം ചാരം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം കിളുത്ത് വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നട്ടു. അതേപോലെ തന്നെ അതിനകത്ത് കുറച്ച് ചാരം കൂടി ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ അടിവളമായിട്ടുള്ള ജൈവവളം നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറച്ച് ചാരം കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വാരിയിടുന്നുണ്ട് കേട്ടോ. ചാരം അല്ലെ ചാമ്പൽ അല്ലെങ്കിൽ വെണ്ണീർ എന്നൊക്കെ പറയുന്ന ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്ന പേരെന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേര്. പല സ്ഥലത്തും പലതാണ് പറയുന്നത് കേട്ടോ. അതേപോലെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതേ അളവിൽ എല്ലുപൊടി ഇത് നമ്മുടെ മൂടിനോട് ചേർക്കാതെ കുറച്ച് നീക്കി വട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ തടത്തിൻ്റെ അകത്ത് ഇതേപോലെ എല്ലാത്തിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടിയല്ല, ഒരു കൈയാണ് എടുത്തേക്കുന്നത്. അത് 2 കൈ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കൊള്ളിച്ചെടുത്തേക്കുന്ന അളവാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് കീടനാശിനിയും വളവും കൂടെ ചേർന്നാണ്. അതുകൂടെ ഒരല്പം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പുഴുവിൻ്റെ ശല്യം അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകുന്നില്ല. അത് ഈ പക്കിന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിന് പുതയിലിടുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഉണ്ടെന്നൊരു നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നൊരിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മേളിൽ മണ്ണ് വെട്ടി അടുപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ബാക്കി നമ്മുടെ ചോടിനോടി കരിയിൽ വന്നിട്ടിട്ട് വരാം. അപ്പോൾ അതേപോലെ ചേനയുടെ പൂള് വെട്ടുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ചേനയുടെ പൂള് വെട്ടുന്നതൊക്കെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കൃഷി ചെയ്ത് കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് പൂൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ഏറ്റവും ലാസ്റ്റിൽ ഈ വീഡിയോയുടെ ഏറ്റവും എൻഡിൽ ഞാനത് കൊടുത്തേക്കാം, അതൊന്ന് കാണുക.
അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചേന കൃഷിയുടെ പൂള് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ബാക്കി നമുക്ക് മണ്ണടിപ്പിക്കാൻ ഉണ്ട്, ഇനി അതുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം. കരിയില ഇതുപോലെ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും നിന്നുള്ള മണ്ണ് നമ്മൾ ഇവിടെ സൈഡിലേക്ക് അടുപ്പിക്കുകയാണ്. ഞാനിപ്പം കാണിച്ചു തരാം. അതിൻ്റെ നടുക്കോട്ട് നമ്മൾ ഒത്തിരി മണ്ണ് ഇടത്തില്ല, സൈഡിലേ അടുപ്പിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കിളിച്ച് വരുന്ന ഉടനെ കയറി വരികയും കൂടെ വേണമല്ലോ, മണ്ണ് തറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഫുള്ള് മണ്ണ് വെട്ടി കൂട്ടിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് ഒത്തിരി മണ്ണിട്ടിട്ടില്ല, നമ്മൾ സൈഡിൽ മൊത്തം മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി ചേനനടിയിൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോഴി, നമ്മൾ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ടെന്ന രീതിയിൽ ഇതിന് മുകളിലേക്ക് ഓലക്കാല് വെട്ടിയിടണം. ഇല്ല എല്ലാം കൂടി ചിക്കിച്ചകഞ്ഞ് ദൂരെ കളയും. അതുകൊണ്ട് അതുകൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കരുതേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്രയത്തുള്ള പരിപാടി കഴിഞ്ഞു. ഇതിനി കിളുത്ത് കയറിയിട്ടാണ് അടുത്ത പരിപാടിയും കാര്യങ്ങളും ഒന്നാമളും അങ്ങനത്തെ പരിപാടികളും ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതേപോലെ ഇത് നമ്മൾ എന്നാണ് നടേണ്ടതെന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ചോദിച്ചേക്കാം. അതേപോലെ ഈ ചേന നടുന്ന ഏത് സമയത്താണെന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാമോ? ചേന നടാൻ പറ്റിയ സമയം എന്താണെന്ന് വെച്ചാൽ കുംഭമാസത്തിലെ വെളുത്തവാവിൻ്റെ സമയത്താണ് ചേന സാധാരണ പഴമക്കാർ നടുന്നത്. കുംഭം കഴിഞ്ഞാൽ മീനമാസത്തിൽ നടാം. ഇപ്പോഴും ചേന നടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ചേന നടിയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.